അപ്പം വീണ്ടും സന്ധിക്കും വരേക്കും ഒരു വർഷത്തേക്ക് പോകുന്നു. ഇനി ഒരു 10 മാസം കഴിയുമ്പോൾ കാണാം. ഇതിരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞല്ലേ ശമ്പളമൊക്കെ കിട്ടുള്ളൂ. അപ്പം ഇത് നിൻ്റെ ഇരിക്കട്ടെ. എന്നാ ഒന്നും മിണ്ടാത്തെ? അതിനാ പൈസ അല്ല വേണ്ട. പിന്നെന്താ നിന്റെ കണ്ണൊക്കെ പറയുന്നത് എൻ്റെ അത്? പിന്നെ ഇങ്ങനെ ഇരിക്കുന്നേ? കാര്യം പറ. ഈ കാര്യം പറയാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനുള്ള കാര്യം നോക്കും. കൂടുതലൊന്നും പറയാനില്ല. ജീവിതത്തിൽ എല്ലാ പ്രവാസികൾക്കും അനുഭവമുള്ള ഒരു റീൽസാണിത്. അതായത് നമ്മൾ ഗൾഫിലേക്ക് വരുന്ന ഒരു ദിവസം മുമ്പ് ഉറക്കമില്ലാത്തൊരു രാത്രിയുണ്ട്, നമുക്ക് സമാധാനം ഇല്ലാത്ത. ഒരിക്കൽ മരിച്ചിട്ട് പോയിനാൽ മതിയായി ഈ ദുനിയാവിൻ്റെ മുകളിൽ നിന്ന് വിചാരിക്കുന്നു. ഈ ദുനിയാവേ നമുക്ക് ആവശ്യമില്ല, ആ ഒരു രീതിയാണ് ആ ചിന്തിക്കുന്നത്. അന്ന് രാത്രി ഒരു സമാധാനം കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്ന് പറ്റാത്തൊരു അവസ്ഥ വരുന്നത്. ഇതെല്ലാ പ്രവാസികൾക്കും അനുഭവം ഉണ്ടാവും. ഈ ഒരു വീഡിയോ ഇത് എനിക്ക് പറയാനുള്ളത് പ്രവാസികളോട് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് സെറ്റിലാവാം. അങ്ങനെ വിചാരിച്ച് നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ ഒരു പണിയും ഇല്ല, ഒരു ഇതുമില്ല. ഒരുപാട് പ്രവാസികൾ നിർത്തിപ്പോയി, റിസൈൻ ചെയ്തിട്ട് പോയി നാട്ടിലെന്തെങ്കിലും തുടങ്ങാൻ പറഞ്ഞിട്ട്. അവസാനം 5-6 മാസം നിന്ന്, ഒരു വർഷം നിന്ന് നാട്ടിൽ നിന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് ഗൾഫിലോട്ട് വന്ന് നാട്ടിൽ സെറ്റിലാകുന്നില്ല, നാട്ടിൽ പണിയില്ലാതെ ആ ഒരു അവസ്ഥ വന്നിട്ട് ഗൾഫിലോട്ട് വന്ന്, ഗൾഫിൽ വന്നിട്ടും അതിലെ ടെൻഷൻ. ഇതാണ് ഈ പ്രവാസികളുടെ ജീവിതം. പറഞ്ഞിട്ട് കാര്യമില്ല, ആരോട് പറയാന്ന്? എല്ലാവരും ഇങ്ങനെ അനുഭവിക്കണം. അത്രേ എന്ത് ചെയ്യും?